ഹലോ കൂട്ടുകാരെ, നമ്മൾ ചീരവിത്തുകൾ പാകി കിളിർപ്പിച്ചിട്ട് അതിൻ്റെ തൈകളുടെ ഒരു വീഡിയോസ് നേരത്തെ ഇട്ടിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അന്ന് പാകിയ ചീര വിത്തുകൾ കിളിർത്ത് വന്നത് നമ്മൾ പറിച്ച് താഴെയൊക്കെ നട്ടിട്ടുണ്ട്. താഴെ മണ്ണിലേക്ക് നട്ടു, അത് ഗ്രോത്തായി തുടങ്ങി. നമ്മൾ ഫസ്റ്റ് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് എല്ലാത്തിനും തളിച്ചൊക്കെ കൊടുത്ത് രോഗബാധ ഉണ്ടാകാതിരിക്കാൻ നമ്മളിത് പാകിയപ്പോൾ തന്നെ സ്യൂഡോമോണാസ് ലായനിക്കകത്തും കുറച്ച് സമയം 2 മണിക്കൂർ സമയം ഇട്ടതിന് ശേഷമാണ് പാകിയത്. അതുകൊണ്ട് പ്രതിരോധ ശക്തി കിട്ടാൻ നല്ലതാണ്. ചീരയ്ക്ക് രോഗങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ചെറിയ രോഗബാധയൊക്കെ ഉണ്ടായേക്കാം. ചീരകൾ നമ്മൾ നടുമ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് തന്നെ നടണം. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നല്ലതുപോലെ മണ്ണ് നല്ലതുപോലെ നമ്മൾ ഇളക്കി നല്ലതുപോലെ വെട്ടിക്കിളച്ച് അതിൻ്റെ കട്ടയും കല്ലും എല്ലാം പെറുക്കി മാറ്റി ചെറിയ ചാണകപ്പൊടി നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് അതിനകത്ത് നല്ലപോലെ മണ്ണിന് ഇളക്കം തട്ടണം. നടാവും. നടുമ്പോൾ നല്ല വെയിൽ കിട്ടണം. വെയിലുണ്ടെങ്കിൽ മാത്രമേ ചീരയ്ക്ക് നല്ല കളറുകളും കിട്ടത്തുള്ളൂ. നമ്മൾക്ക് സ്ഥലപരിമിതിയാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ ഗ്രോ ബാഗിലും ചട്ടിയിലും കറുത്ത കവറിലും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ താഴെയും മരങ്ങളുടെ ചുവട്ടിലും ഒക്കെ ആയിട്ടാണ്. എല്ലായിടവും ഷെയ്ഡൊക്കെ ഉള്ളിടത്തൊക്കെയാണ് നട്ടിരിക്കുന്നത്. ശരിക്കും വെയിൽ കിട്ടാത്ത ഭാഗങ്ങളിലും ഒക്കെ ആയിട്ടാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് ചീര അങ്ങോട്ട് ഗ്രോത്ത് ആകാൻ ശകലം താമസം വരുന്നുണ്ട്. പിന്നെ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതിനകത്ത് ഉള്ളിത്തൊലികളൊക്കെ ഇട്ട്, അത് നല്ലതാണ്. രോഗങ്ങൾ കീടങ്ങൾ എടുക്കാതിരിക്കാനായിട്ട് വേണ്ടിയിട്ട് നല്ലതാണ്. അത് എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ രാവിലെ വെള്ളമൊക്കെ ഒഴിച്ചെല്ലാവരും ഇങ്ങനെ നല്ല ഉഷാറായൊക്കെ വന്ന് നിൽക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ചീര പാകി ഒരേപോലെ നല്ല സ്ഥലം നല്ല റെഡിയാക്കി എടുത്തിട്ട് നല്ല വെയിൽ കിട്ടുന്നിടത്ത് നട്ടെങ്കിൽ മാത്രമേ ആ ചീര നല്ല രീതിയിൽ വരുത്തുള്ളൂ. ചീര നട്ടതിൻ്റെ അടുത്ത് തന്നെ ഇത് പെരുംജീരകമാണ്. കുറേ ഉണ്ട്. എനിക്ക് പ്ലാന്റ്സുകളൊക്കെ കുറേ ഉണ്ട്. വാട്ടർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ സൈഡിലൊക്കെ ആക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ചീര കൃഷി. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ കുറച്ച് ചീരയൊക്കെ പാകി കിളിർപ്പിച്ചാൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കൂട്ടാം. ചീര തിന്നാൽ ചോര. കൂട്ടുകാരെ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷെയറും ലൈക്കും ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ടെങ്കിൽ കമൻസായി അറിയിക്കണേ. താങ്ക് യു.